മയോണൈസ് നല്ലതാണെന്നും ചീത്തയാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും മയോണൈസിൽ മുക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ഇതാ വരുന്നു നമ്മുടെ മുട്ടയൊന്നും ചേർക്കാത്ത വെജ് പൊട്ടറ്റോ തൂം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മയോണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പൊട്ടറ്റോ കുക്കറിൽ നന്നായി വേവിച്ച് തോല് കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇതിനെ അങ്ങോട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ അങ്ങോട്ട് മാറും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ നോക്കിയേ ഇതേപോലെ ആയി വരും. കണ്ടോ, ഇതിലിപ്പോൾ എന്തൊക്കെ ചേർത്തെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ടെക്സ്ചറിൽ വരുമ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണ കഴിക്കുന്ന മയോണൈസിൽ നിന്ന് ഒരു 10 മടങ്ങ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതിൻ്റെയൊക്കെ സ്വാദ് നിങ്ങൾക്ക് അറിയാം. കറക്റ്റ് ആ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റിലെ വീണ്ടും 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 നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. എന്ത് ഷവർമയിലും, ഇതിപ്പോൾ ഞാനൊരു വെജ് ഷവർമ ഇതിനു മുമ്പ് തയ്യാറാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. വെജ് ഷവർമയുടെ ഉള്ളിലായിരുന്നാലും അല്ല ഇപ്പോൾ നോൺ വെജ് ഷവർമയുടെ ഉള്ളിലായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിക്കൻ്റെ കൂടെയും ഒക്കെ എല്ലാവരും മയോണൈസ് കഴിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു മയോണൈസിന് പകരം ഒരു വെജ് പൊട്ടറ്റോ തൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു തവണ നാക്കി തൊട്ടാണ്ടല്ലോ പിന്നെ ഇത് തീരുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വേറൊരു മയോണൈസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു പൊട്ടറ്റോ തൂം തയ്യാറാക്കി ഇതുപോലെ നമ്മുടെ ഷവർമയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി നോൺ വെജ് ഐറ്റംസോ നിങ്ങൾ ഏതിൻ്റെ കൂടെയാണോ നമ്മുടെ ഈ മയോണൈസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കൂടെ എല്ലാം ധൈര്യമായിട്ട് കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കിടില റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം, എല്ലാവർക്കും ഒത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഇതിന് നല്ല ഫ്ലേവറാണ്. ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി നമ്മളെ വീട്ടിൽ എന്തായാലും പൊട്ടറ്റോ ഉണ്ടാവും. പൊട്ടറ്റോ ചേർത്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഡബിൾ ഹെൽത്തിയാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലത്തെ മയോണൈസ് ഒന്നുമല്ല, ഡബിൾ ഹെൽത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണ്. മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടൊന്നേ ഉള്ളൂ. മുളക് പൊടി കുറച്ചാലും ഇതിന് ആ ഒരു ഫ്ലേവർ വേറെ രീതിയിൽ, അതായത് നമ്മുടെ മയോണൈസിൽ അങ്ങനെ എരിവുണ്ടാവില്ലല്ലോ, ആ എരിവില്ലാത്ത ആ ഒരു മയോണൈസ് കിട്ടുന്നതായിരിക്കും.